ഹായ് ഓൾ വെൽക്കം ടു മൈ ചാനൽ. നമുക്കിന്ന് ഒരു ഓലൻ ഉണ്ടാക്കിയാലോ? സദ്യക്ക് ഇപ്പം ഞാൻ ഇതിൽ എരിശ്ശേരി, കിച്ചടി, പച്ചടി ഒക്കെ ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് സദ്യയിലുള്ളൊരു വിഭവമാണ് ഓലനും അല്ലേ. അപ്പോൾ ഓലൻ എനിക്ക് തോന്നുന്നു ഒത്തിരി പേർക്ക് അങ്ങനെ ഉണ്ടാക്കാൻ അറിയാൻ മേലാത്തവരുണ്ട്. അതുകൊണ്ട് തന്നെ ഞാനതുകൊണ്ട് ഇന്ന് ഓലൻ ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഓലന് വേണ്ടിയിട്ട് നമ്മൾ ഈ ഉണക്കപ്പയറുണ്ടല്ലോ, ചുമന്ന പയർ അതാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് ചെറുപയറുണ്ട്, പച്ച കളറിലെ പയർ, അല്ലാതെ ഇതുകൂട്ട് ഈ ചുമന്ന കളറിലെ പയർ കിട്ടുമല്ലോ, അത് തന്നെ എടുക്കണം. ഞാൻ ഓരോരുത്തർ കണ്ടിട്ടുണ്ട് എടുക്കുന്നത് മറ്റേ നമ്മുടെ ബീൻസിൻ്റെ ഉണങ്ങിയതുണ്ടല്ലോ, വൈറ്റ് കളറ്, അത് എടുക്കുന്നത് കണ്ടിട്ടുണ്ട്. പക്ഷെങ്കിൽ ഈ പയർ, ചുമന്ന പയറിടുമ്പോഴാണ് ശരിക്കും ഓലൻ്റെ ഒരു ടേസ്റ്റ് വരുന്നത് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ തലേന്ന് വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിരുന്നതാണ്. ഇപ്പോൾ രാവിലെ അത് നല്ല വൃത്തിയായിട്ട് കഴുകി ഊറ്റി എടുത്തിട്ടുള്ളതാണ്. ഇതപ്പോൾ ഞാനൊരു കുക്കറിലേക്ക് ഞാനിതും എല്ലാ പ്രാവശ്യവും ചെയ്യുന്ന പോലെ തന്നെ കുക്കറിലിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം ഞാൻ ഈ പയർ മാത്രം ആദ്യം ഒന്ന് വേവിച്ചെടുക്കുകയാണ്. അപ്പോൾ ഇതൊരു കുക്കറിലേക്കിട്ട് ഈ പയർ മുങ്ങിക്കിടക്കാൻ മാത്രം ഒന്ന് വെള്ളം ഒഴിച്ച് ഇതിലേക്ക് ഇനി കുറച്ച് ഉപ്പ്, വളരെ സ്വല്പം ഉപ്പിട്ടാൽ മതി. ഞാനിപ്പോൾ പരലുപ്പാണ് ഇട്ടിരിക്കുന്നത്. ഇപ്പോൾ ഏകദേശം ഒരു പിടി ഉപ്പ്, ഒരു പിടിയില്ല, ഒരു നുള്ളിൽ ഇച്ചിരി കൂടെ കൂടുതൽ ഉപ്പേ ഇട്ടിട്ടുള്ളൂ. നമുക്ക് വേണമെങ്കിൽ പിന്നെ ഉപ്പ് പിന്നെയും ചേർക്കാമല്ലോ. നമ്മൾ ആദ്യം ഒത്തിരി ഉപ്പിട്ട് കൊടുത്താൽ പിന്നെ ഉപ്പ് കൂടിപ്പോയി കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പം അത് കാരണം ഉപ്പ് കുറച്ചിട്ട് കൊടുക്കുക. എന്നിട്ടിത് നമുക്കൊന്ന് വെന്തെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞ് വേണമെങ്കിൽ പിന്നിട്ട് കൊടുക്കാം. അപ്പോൾ ഇത് പയറിലൊക്കെ ഉപ്പ് പിടിക്കാനും മാത്രമേ ഉള്ളൂ ഉപ്പിട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഇത് അടുപ്പത്ത് വെച്ചിട്ട് ഒരു 2 വിസിൽ ഹൈ ഫ്ലെയിമിലൊന്ന് കേൾപ്പിച്ചെടുക്കാവേ. ഇനിയിപ്പോൾ ഇത് കുമ്പളങ്ങയാണ് കേട്ടോ. നമ്മൾ വെള്ളരിക്ക എപ്പോഴും കിച്ചടിക്ക് നമ്മൾ വെള്ളരിക്ക തന്നെ എടുക്കണം. അതുകൊണ്ട് ഓലന് നമ്മൾ മസ്റ്റായിട്ട് കുമ്പളം എടുക്കണം കേട്ടോ. കുമ്പളം എടുത്ത് ചെയ്യുമ്പോഴേ അതിൻ്റെ ടേസ്റ്റ് വരുവുള്ളേ. പിന്നെ കുമ്പളം എനിക്ക് തോന്നുന്നു ഇച്ചിരി കൂടെ വെള്ളരിയേക്കാട്ടിൽ ഇത്രയും കൂടെ കട്ടിയൊക്കെ ഉണ്ടല്ലോ. എന്തായാലും കുമ്പളങ്ങ ഇട്ടാണ് നമ്മൾ ഓലൻ ചെയ്യേണ്ടത്. അത് ഓർത്ത് വെച്ചോണേ. അപ്പം ഞാനിതിപ്പോൾ ഒരു 250 ഗ്രാം കുമ്പളങ്ങ എടുത്തിട്ടുണ്ട്. അത് ചെറുതായിട്ട് കട്ട് ചെയ്ത പീസാണ്. ഇനി ഇതിലേക്ക് പച്ചമുളക് ഇടുന്നുണ്ട്, ഒരു 2 പച്ചമുളക്. നമ്മൾ ഇതിൽ ഈ ഓലൻ എന്ന് പറഞ്ഞാലുണ്ടല്ലോ അധികം മസാലകളോ കാര്യങ്ങളോ ഒന്നുമില്ല. ഓലൻ ആകപ്പാടെയുള്ള പച്ചക്കറി എന്ന് പറയുന്നത് ഈ കുമ്പളവും പച്ചമുളകും മാത്രമേ ഉള്ളൂ. പിന്നെ നമ്മൾ ആ ഉണക്കപ്പയറും, ഇത് മാത്രമേ ഉള്ളൂ ഓലന് ചേർക്കുന്നത്. പിന്നെ നമ്മൾ അതിനകത്ത് തേങ്ങാപ്പാലാണ്. അല്ലാതെ ഈ മസാലകളോ കാര്യങ്ങളോ ഒന്നുമില്ല. ഭയങ്കര കൊഴുത്ത് തിക്കായിട്ട് കിട്ടുന്ന ഒരു കറിയുമല്ല ഓലൻ. ഓലൻ എന്ന് പറഞ്ഞാൽ കുറച്ച് നീണ്ട് വെള്ളം പോലുള്ള ഒരു കറിയാണ്. ചിലർ ഞാൻ കണ്ടിട്ടുണ്ട് ഈ ഓലനകത്തൊക്കെ ചേമ്പ്, മത്തൻ അങ്ങനെയൊക്കെ ഇടുന്ന് കണ്ടിട്ടുണ്ട്. പക്ഷേങ്കിൽ ഞങ്ങളുടെ ഇവിടെയൊക്കെ ഈ രീതിയിലേ ഉണ്ടാക്കാറുള്ളൂ. അതായത് ഇത്രയും മാത്രമേ ചെയ്യാറുള്ളൂ. അപ്പോൾ ഇതിപ്പം ഞാൻ പച്ചമുളകൊന്ന് അരിഞ്ഞ് ഇട്ടിട്ടുണ്ട്, ഇതും ഇട്ടിട്ടുണ്ട്. എല്ലാം ഒന്ന് കഴുകി വൃത്തിയാക്കിയിട്ടാണ് കേട്ടോ ഇതെല്ലാം ചെയ്തത്. ഇനിയിപ്പോൾ ഇതിലേക്ക് തേങ്ങാപ്പാൽ, ഞാൻ ഈ മാഗിയുടെ കോക്കനട്ട് മിൽക്കാണ് എടുക്കുന്നത് കേട്ടോ. മിൽക്ക് പൗഡർ അല്ല ഇത്, കോക്കനട്ട് മിൽക്കായിട്ടുള്ളതാണ് ഇത്. ഇത് ഒരു 180 ml പാക്കറ്റാണ്. ഇതിപ്പോൾ എനിക്ക് തോന്നുന്നു എല്ലാ സൂപ്പർ മാർക്കറ്റുകളും വാങ്ങിക്കാൻ കിട്ടുന്നുണ്ട്. ഞാനിവിടെ ഞങ്ങൾക്ക് അടുത്തുള്ളൊരു സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിയതാണിത്. അപ്പം തേങ്ങ പിഴിഞ്ഞ് പാലെടുക്കാനൊക്കെ ബുദ്ധിമുട്ടുള്ളവർക്ക് നല്ലൊരു ഓപ്ഷനാണ് ഈ കോക്കനട്ട് മിൽക്ക് എന്ന് പറയുന്നത്. ഞാൻ ഒരുമാതിരി തേങ്ങാപ്പാൽ ചേർക്കേണ്ട കറികൾക്കെല്ലാം ഞാൻ ഈ കോക്കനട്ട് മിൽക്ക് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഒന്നാമത് നമുക്കിവിടെ കിട്ടുന്ന തേങ്ങ ഉണക്കത്തേങ്ങയായിരിക്കും, അപ്പോൾ പാല് പിഴിഞ്ഞെടുക്കാൻ അതിനകത്തുനിന്ന് പാടായിരിക്കും. പിന്നെ ചില സമയം നമുക്ക് ഈ പറഞ്ഞിട്ട് സദ്യയൊക്കെ ഉണ്ടാക്കുമ്പോൾ ആരെങ്കിലുമൊക്കെ പാല് പിഴിഞ്ഞ് അങ്ങനെ എടുത്ത് തരാനുണ്ടെങ്കിൽ നല്ലതാണ്, തേങ്ങാപ്പാൽ എടുത്ത് തരാനുണ്ടെങ്കിൽ. ഇല്ലെങ്കിൽ പിന്നെ പാടല്ലേ. അപ്പോൾ ഇത് 2 വിസിലൊക്കെ കേട്ട് ഇതെല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് കണ്ടോ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ ചെയ്യുന്ന ഈ പയറങ്ങ് ഊറ്റി അങ്ങ് മാറ്റുന്നുണ്ട്. കാരണം ഇത് കണ്ടോ ഒരു ചുമന്ന കളറിൽ വെള്ളം ഇരിക്കും നമ്മൾ ഈ ഉണക്കപ്പയർ, ചുമന്ന പയർ വേവിച്ച് കളയുമ്പോൾ. അപ്പോൾ ഇതിലേക്ക് ഞാനിപ്പോൾ കുമ്പളങ്ങ ഇട്ടിട്ട് വേവിക്കുകയാണെങ്കിൽ ഓലൻ ഫുള്ളി ഒരു ബ്രൗൺ കളറിലായിപ്പോവും. നമുക്ക് ഓലൻ നല്ല വൈറ്റ് കളറ് വേണം കേട്ടോ. അതുകൊണ്ട് ഇതിപ്പോൾ ഞാനങ്ങ് പയറങ്ങ് ഊറ്റി എടുത്ത് മാറ്റി വെക്കുന്നുണ്ട്. മുമ്പ് ഞാനും ഇതുപോലെ തന്നെ നേരത്തെ പയർ വേവിച്ചിട്ടുണ്ടല്ലോ, അതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കത്തേ ഉള്ളായിരുന്നു. അപ്പോൾ എനിക്ക് കറി ഇങ്ങനെ ഒരു ലൈറ്റ് ഒരു ബ്രൗണിഷ് കളറിലായിരുന്നു ഓലൻ വരുന്നത്. അപ്പോൾ എനിക്കൊരാൾ പറഞ്ഞു തന്നതാണ് ഇതുപോലെ തന്നെ ഇതുകൂട്ട് പയർ വേവിച്ചിട്ട് ആദ്യം അതങ്ങ് ഊറ്റി മാറ്റി വെക്കണം. എന്നിട്ട് പിന്നെ കുമ്പളങ്ങ വേറെ വേവിച്ചെടുത്തിട്ട് പിന്നെ വെന്ത് കഴിയുമ്പോൾ പയർ ചേർത്താൽ മതി. അപ്പോൾ അതിൽ ശേഷം ഞാൻ ഇങ്ങനെ ചെയ്യുമ്പം നമുക്ക് നന്നായിട്ട് തന്നെ വരുന്നുണ്ട്. ഇനിയിപ്പോൾ അതേ കുക്കറിൽ തന്നെ ഞാൻ ഈ അരിഞ്ഞ് വെച്ച കുമ്പളങ്ങയും നമ്മുടെ പച്ചമുളക് ഇത് രണ്ടും കൂടെ ആ കുക്കറിലേക്കൊന്ന് തട്ടിയിട്ട് ഇനി ഇത് വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം മാത്രം, അതായത് ജസ്റ്റ് ഇതൊന്ന് മുങ്ങിക്കിടക്കാനുള്ള വെള്ളം മാത്രം ഒഴിച്ചാൽ മതി. ഇതൊഴിച്ച് നമ്മൾ ഓൾറെഡി പയറിൽ ഉപ്പിട്ടിരുന്നു, കുറച്ച് ഉപ്പല്ലേ ഇട്ടുള്ളൂ, പക്ഷെ നമ്മൾ ആ വെള്ളം അങ്ങ് ഊറ്റി കളയുകയും ചെയ്തില്ലേ. അതുകൊണ്ട് ഇതിലേക്ക് ഞാൻ ഒരു നുള്ളൂടെ പരലുപ്പിട്ട് കൊടുക്കുന്നുണ്ട്, കല്ലുപ്പ്.
പൊടിയുപ്പുള്ളവർക്ക് അതുപോലെ ചേർക്കാം. ഞാൻ ഈ ഉപ്പിൻ്റെ കണക്ക് എന്താ പറയാത്തതെന്നറിയോ? നമുക്കിപ്പം എൻ്റെ കയ്യിലുള്ള ഉപ്പിൻ്റെ ആ ഒരു ഉപ്പായിരിക്കത്തില്ല നിങ്ങളുടെ കയ്യിലുള്ള ഉപ്പിൻ്റെ ഉപ്പ്. ഓരോരുത്തരുടെയും ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. പല ഉപ്പുകൾക്കും പല ഉപ്പിൻ്റെ ടേസ്റ്റ് വളരെ വ്യത്യാസമാണ്. ചിലത് നമ്മൾ കുറേ ഇട്ടാലേ ഒരു ഉപ്പ് വരത്തുള്ളൂ, ചിലത് നമ്മൾ ഇച്ചിരി ഇട്ട ഉപ്പ് വരും. ഇപ്പോൾ ഹിമാലയൻ സോൾട്ടാണ് എൻ്റെ കയ്യിലിരിക്കുന്നത്. ഹിമാലയൻ സോൾട്ട് ആണെങ്കിൽ സ്വല്പം ഇട്ടാൽ മതി, ഇട്ട് കഴിയുമ്പോഴത്തേനും നല്ല ഉപ്പാണ്. ആ ഒരു അളവിൽ നമ്മൾ മറ്റേ വെള്ള ഉപ്പിട്ട് കഴിയുമ്പം ഒട്ടും ഉപ്പ് കിട്ടത്തുമില്ല. അതുകൊണ്ടാണ് ഞാനങ്ങനെ ഉപ്പിൻ്റെ ഒരു കണക്ക് പ്രത്യേകിച്ച് എടുത്ത് പറയാത്തത്. ഇനിയിപ്പോൾ ഞാനതിട്ട് ഒറ്റ ഒരു വിസിൽ അടിക്കാൻ വേണ്ടിയിട്ടൊന്ന് വെച്ചിട്ടുണ്ട്. കറക്റ്റ് ഒരു വിസിൽ കേട്ട് കഴിഞ്ഞ് പ്രഷറെല്ലാം പോയി കഴിയുമ്പോൾ ഇതൊന്ന് തുറക്കണം. തുറന്നു കഴിയുമ്പോൾ ഇതിപ്പോൾ കറക്റ്റ് പാകത്തിന് വെന്തിട്ടുണ്ട്. നമുക്കിത് വെന്തുടഞ്ഞു പോകുമൊന്നും വേണ്ട, നമുക്ക് ആ ഒരു കഷ്ണമായിട്ട് തന്നെ നിൽക്കണം. അപ്പം എന്ന് പറഞ്ഞ് ഭയങ്കര കടിക്കുമ്പോൾ ഇങ്ങനെ ക്രഞ്ചി ആയിട്ടിരിക്കുകയും ചെയ്യില്ല, വേവണം, പക്ഷേങ്കിൽ ഉടഞ്ഞു പോവുകയും വേണ്ട. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ഒരു വിസിൽ കറക്റ്റാണ്. ഇപ്പം ഞാൻ കാണിച്ച ചൂടുവെള്ളമാണ് കേട്ടോ. ഞാൻ കുറച്ച് ചൂടുവെള്ളം കൂടെ അവിടെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പം ഞാനിതുവരെ ഗ്യാസ് ഓണാക്കിയിട്ടില്ല. അപ്പോൾ ഞാനിതിപ്പം മറ്റേ നമ്മൾ ഊറ്റി വെച്ച പയറില്ലേ, പയറെടുത്ത് ഞാൻ ഈ കുമ്പളങ്ങയിലിട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഞാൻ കുറച്ച് ചൂടുവെള്ളം കൂടെ ഒന്ന് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്, കാരണം വെള്ളം കുറച്ച് കുറവാണെന്ന് എനിക്ക് തോന്നിയുണ്ട്. അപ്പോൾ നമ്മൾ ഈ കറിയൊക്കെ വെന്ത് കഴിഞ്ഞിട്ടുണ്ടല്ലോ, ഒരിക്കലും അതിലേക്ക് പച്ചവെള്ളം ചേർത്ത് കൊടുക്കല്ലോ കേട്ടോ. പച്ചവെള്ളം ചേർത്ത് കൊടുക്കുമ്പോൾ കറിയുടെ രുചി അങ്ങ് മാറിപ്പോവും. അപ്പോൾ ചൂടുവെള്ളം തന്നെ ഒഴിച്ച് കൊടുക്കണേ. ഇനിയിപ്പം ഇതിലേക്ക് ഞാൻ ചൂടുവെള്ളം ഒഴിച്ച് കഴിഞ്ഞിട്ട് അതിലേക്ക് ഞാൻ ഈ മാറ്റി വെച്ചിരുന്ന തേങ്ങാപ്പാലില്ല, ഞാൻ മാഗിയുടെ കോക്കനട്ട് മിൽക്ക് കാണിച്ചത്, അത് ഇതിലേക്ക് കുറച്ച് ഒന്ന് ഒഴിച്ചു കൊടുക്കുക. ശരിക്കും പറഞ്ഞാൽ നമ്മളിപ്പോൾ ഈ കുക്കറിലല്ല വെക്കുന്നത്, സാധാരണ ചട്ടിയിൽ വെക്കാൻ താല്പര്യമുള്ളവർക്കാണെങ്കിൽ അങ്ങനെ വെക്കാം. ഞാനിത് എളുപ്പത്തിന് ഇങ്ങനെ ചെയ്യുന്നതേ ഉള്ളൂ. ഇപ്പോൾ ചട്ടി വെക്കുന്നവരാണ് എന്ത് ചെയ്യണമെന്നറിയോ, ഈ രണ്ടാം പാലിൽ നമ്മുടെ ഈ കുമ്പളങ്ങ ഇട്ട് വേവിക്കണം കേട്ടോ. ഇപ്പോൾ ഈ കോക്കനട്ട് മിൽക്ക് ഇതുപോലെ മാഗിയുടെ അതുപോലത്തെ റെഡിമെയ്ഡ് കോക്കനട്ട് മിൽക്ക് ഉപയോഗിക്കുന്നവരാണെങ്കിൽ ഒരു അരക്കപ്പ് വെള്ളത്തിലേക്ക്, ഇപ്പോൾ 1 കപ്പാണ് നമുക്ക് തേങ്ങാപ്പാൽ വേണ്ടതെങ്കിൽ അരക്കപ്പ് വെള്ളത്തിലേക്ക് ഈ തേങ്ങാപ്പാൽ ഒഴിച്ച് മിക്സ് ചെയ്തിട്ട് അതൊഴിച്ചിട്ട് നമ്മളിതങ്ങ് വേവിച്ചെടുത്താൽ മതി. വെന്ത് കഴിഞ്ഞിട്ട് വേണം പിന്നെ ബാക്കിയുള്ള പരിപാടി ചെയ്യാൻ. ഞാനിപ്പോൾ ഇത് വെള്ളം ഒഴിച്ചല്ലേ വേവിച്ചത്, കാരണം കുക്കറിലിട്ട് അടിക്കുന്നതുകൊണ്ട് ഞാനത് വെള്ളം ഒഴിച്ചങ്ങ് വേവിച്ചെന്നേ ഉള്ളൂ. വേണം രണ്ടാം പാലിട്ടും വേവിക്കാം, പക്ഷെ അത് എങ്ങനെ ആവും എന്ന് എനിക്ക് അത്ര ഉറപ്പില്ലാത്തതുകൊണ്ടാണ് ഞാൻ ആദ്യം വെള്ളം ഒഴിച്ച് വേവിച്ചിട്ട് പിന്നെ ഞാനിത് രണ്ടാം പാലില്ലാത്തോട്ട് ഒഴിച്ചത്. എൻ്റെ ഈ സൗണ്ടും കൈയുടെ ആക്ഷനും തമ്മിൽ കുറേ വ്യത്യാസം തോന്നുന്നുണ്ടായിരിക്കും. ഞാൻ ശരിക്കും പറഞ്ഞാൽ ആദ്യം ഇത് മൈക്ക് വെച്ചിട്ടായിരുന്നു ഷൂട്ട് ചെയ്തത്. അപ്പോൾ അത് എടുത്തു നോക്കിക്കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ, ചിലതിലൊന്നും സൗണ്ട് വന്നിട്ടില്ല. എന്ത് പറ്റിയെന്ന് എനിക്കറിയില്ല. അത് കാരണം പിന്നെ ഞാനിപ്പോൾ ഇത് വോയിസ് കൊടുത്ത് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതിൽ ഇനി ഇത് നമ്മൾ രണ്ടാം പാൽ ഒഴിച്ചല്ലോ, രണ്ടാം പാൽ ഒഴിച്ചിട്ട് ഇനി ഇത് നല്ലോണം ഒന്ന് തിളക്കട്ടെ. തിളച്ച് കുറച്ച് വെള്ളമൊക്കെ ഒന്ന് വറ്റി ഒരിതിൽ വരണം. ഞാൻ ആദ്യം പറഞ്ഞില്ലേ, ഓലൻ എന്ന് പറഞ്ഞാൽ കുറുകിയ ഒരു കൺസിസ്റ്റൻസി ഉള്ളൊരു സംഭവമല്ല, ഇത് കുറച്ച് വെള്ളമായിട്ടുള്ളൊരു കറിയാണ്. അതുകൊണ്ട് ഈ ഓലൻ്റെ ടേസ്റ്റ് ഉണ്ടല്ലോ എല്ലാവർക്കും ഒന്നും ഇഷ്ടപ്പെടില്ല, കാരണം ഇതിന് പ്രത്യേകിച്ച് വലിയ ഒരു തേങ്ങാപ്പാലിൻ്റെ ടേസ്റ്റാണ് ശരിക്കും ഈ ഓലന് മുന്നിട്ട് നിൽക്കുന്നത്. എനിക്ക് പേഴ്സണലി ഈ ഓലൻ വലിയ ഇഷ്ടമൊന്നുമല്ല, പക്ഷേ എൻ്റെ കെട്ടിയോൻ ഓലൻ എന്ന് പറയുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് എല്ലാ സദ്യകൾക്കും ഞങ്ങൾ ഓലൻ ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ അതുപോലെ ഓലൻ വളരെയധികം ഇഷ്ടമുള്ള ആർക്കെങ്കിലുമൊക്കെ ഈ രീതിയിലൊന്നും ഉണ്ടാക്കി നോക്കിക്കോ കേട്ടോ. അപ്പോൾ ഇനി ഇത് ഒന്ന് തിളച്ച് ഒന്ന് കുറുകി വരുന്നിടം വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. കുറുകുക എന്ന് പറഞ്ഞാൽ തിളച്ച് കുറച്ചൊന്ന് വെള്ളം വരണം, അതായത് ഈ തേങ്ങാപ്പാലിൻ്റെ ആ ഒരു അംശമൊക്കെ ഇതിലേക്കൊന്ന് പിടിച്ച് വരണം. അതിന് വേണ്ടിയിട്ടൊന്ന് ഞാനിട്ടൊന്ന് തിളപ്പിക്കുന്നുണ്ട്. ഇതിലതുപോലെ തേങ്ങാപ്പാലിൻ്റെ ആ ഒരു രുചിയാണ് എപ്പോഴും മുന്നിട്ട് നിൽക്കാൻ പോകുന്നത് ഈ കറിയിൽ. അപ്പോൾ അതുകൊണ്ട് ഈ കറിയുടെ ടേസ്റ്റും ആ ഒരു രീതി മാത്രം വേണം എക്സ്പെക്റ്റ് ചെയ്ത് ഉണ്ടാക്കാൻ. അല്ലാതെ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് അയ്യോ ഇതിന് ഒരു ടേസ്റ്റും ഇല്ലല്ലോ എന്ന് പറയരുത്. ഓലൻ്റെ ടേസ്റ്റ് അതാണ്. ഓലൻ കഴിച്ചിട്ടുള്ളവർക്കാണെങ്കിൽ അറിയാം, പക്ഷേ ഈ രീതിയിൽ ഉണ്ടാക്കിയാൽ പെർഫെക്റ്റായിട്ടൊരു ഓലൻ കിട്ടും, അത്രേ ഞാൻ പറയുന്നുള്ളൂ കേട്ടോ. ഇതിൽ അതുപോലെ തന്നെ നമ്മളിനി വേറെ യാതൊരു സംഭവങ്ങളോ കുരുമുളക് പൊടി അങ്ങനെ ഒന്നും ചേർക്കുന്നില്ല. ഇതിൽ നമ്മൾ ഉപ്പ് മാത്രമേ ഇട്ടിട്ടുള്ളൂ. അപ്പോൾ ഇനി ഇത് വെച്ചിട്ട് നമ്മളൊന്ന് വെയിറ്റ് ചെയ്ത് എടുക്കാം. അപ്പോൾ ഇത് കുറച്ച് ഞാനിട്ട് തിളപ്പിച്ചായിരുന്നു. ആ പാലൊഴിച്ച് കഴിഞ്ഞിട്ട് തിളപ്പിച്ച് കഴിഞ്ഞാൽ ഇത്രയൊന്ന് വെള്ളം വറ്റി കിട്ടിയിട്ടുണ്ട്. ആദ്യം നമ്മൾ കണ്ടല്ലോ എത്ര പാലൊഴിച്ചു എന്ന്. അപ്പോൾ ശരിക്കും ആ പാല് നമ്മുടെ ആ തേങ്ങാപ്പാലിൻ്റെ ആ ഒരു ടേസ്റ്റും ഫ്ലേവറും ഒക്കെ നമുക്കിതിലേക്കൊന്ന് പിടിച്ച് വരണം, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് ഇനി ദാണ്ടി ഒന്നാം പാലങ്ങ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഈ ഒന്നാം പാലെന്ന് പറയുമ്പോൾ ഒട്ടും നമ്മൾ വെള്ളം, മറ്റേത് ഞാൻ പറഞ്ഞല്ലോ അരക്കപ്പ് വെള്ളത്തിന് അരക്കപ്പ് ബാക്കി പാലൊഴിച്ച് നമുക്ക് രണ്ടാം പാലാക്കാവുന്നത്. ഇതിപ്പോൾ ഒട്ടുമേ വെള്ളം ഒഴിക്കാതെ ആ കവറിലുള്ള അങ്ങ് ചേർത്താൽ മതി.
അപ്പോൾ ഞാനിതിപ്പോൾ 150 ml ഒന്നാം പാൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതായത് ആ കവർ 150 ml പാക്കറ്റാണ്. ആ ഒരു ഫുൾ പാക്കറ്റ് ഞാൻ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇതിൽ നല്ലോണം തേങ്ങാപ്പാൽ ചേർക്കണം കേട്ടോ. ഇതിൽ മുന്നിട്ട് നിൽക്കുന്നത് ഞാൻ പറഞ്ഞായിരുന്നല്ലോ, തേങ്ങാപ്പാലിൻ്റെ ടേസ്റ്റാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ തേങ്ങാപ്പാൽ നല്ലോണം ഒഴിച്ച് കൊടുക്കണം. ഇനിയിപ്പോൾ ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പം എൻ്റെ വലിയ കറിവേപ്പിലയാണ്, ഞാനൊന്ന് കീറിയിട്ട് മുറിച്ച് ചെറിയ പീസാക്കിയിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതിൽ നമ്മൾ കടുകൊന്നും താളിക്കത്തില്ല കേട്ടോ. നമ്മൾ ഇത്രയേ ഉള്ളൂ. ഓലൻ്റെ പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിപ്പം ഒന്നാം പാൽ ഒഴിച്ചിട്ട് ഇനിയിപ്പോൾ ഇട്ട് തിളപ്പിക്കാൻ നിൽക്കേണ്ട. ജസ്റ്റ് ഒന്ന് ചൂടായി വരുമ്പോഴത്തേന് അതങ്ങ് ഓഫാക്കി കൊടുക്കുകയുള്ളൂ. അപ്പോൾ കണ്ട് ഇത് ഇത്തിരി ഒരു വെള്ളം പോലെ നിൽക്കുന്ന ഒരു കറിയാണ്. പിന്നെ ഈ പയറൊക്കെ ഇട്ടിട്ടുള്ളതുകൊണ്ട് കുറച്ച് നേരം ഇരുന്ന് കഴിയുമ്പോൾ ചിലപ്പോൾ ചെറുതായിട്ടൊന്ന് കുറുകാൻ മതി. എന്നാലും ഒത്തിരി, അതുപോലെ ഇത് ഒത്തിരി ഇട്ടങ്ങ് കുറുക്കിയാലും കൊള്ളില്ല കേട്ടോ. അപ്പോൾ അതൊന്ന് ഓർത്ത് വെച്ചോ. നമുക്ക് കുറച്ച് വെള്ളം കൺസിസ്റ്റൻസി തന്നെയാണ് ഈ ഓലന് വരുന്നത്. ഇനിയിപ്പോൾ ഇതിലേക്ക് ഞാൻ കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ല, ഇതിലേക്ക് നമ്മൾ കടുക് വറുക്കുകയില്ല. ഇത്രയേ ഉള്ളൂ ഓലൻ്റെ പരിപാടി. ഇനിയിപ്പോൾ എവിടെയെങ്കിലുമൊക്കെ ചെയ്യുന്നവർ കടുക് വറുക്കുന്നവരുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷെ നമ്മളിതിപ്പോൾ അവസാനം പച്ച വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് വാങ്ങി വെക്കുകയുള്ളൂ. അപ്പോൾ ഇതിപ്പോൾ ഞാൻ ചെറിയൊരു തിള വന്ന് തുടങ്ങിയപ്പോഴത്തേന് ഇനിയിപ്പോൾ ഗ്യാസ് ഓഫ് ചെയ്ത് ഇതിലേക്ക് ഈ പച്ച വെളിച്ചെണ്ണയും കൂടെ കുറച്ച് ഒഴിച്ച്, ഇപ്പോൾ ഇതിപ്പോൾ ഞാൻ ഏകദേശം 1 ടേബിൾ സ്പൂണ്, എൻ്റെ ഈ ചെറിയൊരു തവിയാട്ടോ, അതിനകത്ത് കാണുമ്പോൾ എനിക്കൊന്ന് ഇത്തിരി വലുപ്പം തോന്നുന്നുണ്ടായിരിക്കും, പക്ഷേ തീരെ ചെറിയൊരു തവിയാണ്, ഒരു ടേബിൾ സ്പൂണോളേ ഉള്ളൂ പച്ച വെളിച്ചെണ്ണ. അതും കൂടി ഇതിൻ്റെ പുറത്തേക്കൊന്ന് തൂവി നമ്മളിതിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ സമയം ഞാൻ ഗ്യാസ് അങ്ങ് ഓഫ് ചെയ്ത് കേട്ടോ. ഞാൻ പറഞ്ഞില്ല, ഒന്നാം പാൽ ചേർത്തിട്ട് നമുക്കത് തിളപ്പിക്കേണ്ട, ജസ്റ്റ് ഒരു ചൂടായാൽ മതി. ഇനിയിപ്പോൾ അത് ആ വെളിച്ചെണ്ണയും കൂടെ ഒന്ന് ഒഴിച്ച് നല്ലോണം മിക്സ് ചെയ്ത് അടച്ച് വെച്ചാൽ മതി. നമ്മുടെ ഓലൻ്റെ പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ടേസ്റ്റിയാണ് കേട്ടോ ഈ ഓലൻ. തേങ്ങാപ്പാലിൻ്റെ രുചി ഇഷ്ടമുള്ളവർക്ക് ഇത് നല്ലോണം ഈ കറി ഇഷ്ടപ്പെടുവേ. പിന്നെ ഇതെനിക്ക് തോന്നുന്നത് ചിലർ പറയുന്നത് കേൾക്കാം, ഈ പായസമൊക്കെ കഴിക്കുമ്പോൾ ഈ ഓലനൊന്ന് തൊട്ട് നോക്കിയിട്ട് വേണം അടുത്ത പായസത്തിലേക്ക് പോകാനെന്നൊക്കെ പറയും. അപ്പോൾ എന്തായാലും ഇതൊന്നും ഉണ്ടാക്കി നോക്കിക്കോ ഇപ്രാവശ്യത്തെ ഓണത്തിന്, അറിയാൻ വയ്യാത്തവർ. അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണേ. അപ്പോൾ എല്ലാവർക്കും ഒരു ഹാപ്പി ഓണം വിഷ് ചെയ്യുന്നു. ബൈ, ലവ് യു ഓൾ.